പ്രതിപക്ഷത്തിന് വിജയ സാധ്യതയുണ്ടോ? ആ സാധ്യതകളെ തിരിച്ചറിഞ്ഞ ഒരു മഹാൻ കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും നാഷണൽ ഹെറാൾഡ് ദിനപത്രത്തിനെതിരെയുമുള്ള 5000 കോടി രൂപയുടെ മാനനഷ്ട കേസ് പിൻവലിച്ചിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നത് അനിൽ അംബാനിയുടെ അഭിഭാഷകനായിട്ടുള്ള ആൾ മാധ്യമങ്ങളോട് ഈ കാര്യം തുറന്നു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ്. കേസ് പരിഗണിക്കാനിരിക്കുന്ന വേളയിലായിരുന്നു അഭിഭാഷകൻ മാധ്യമങ്ങളോട് കേസ് പിൻവലിക്കുന്ന കാര്യം സംസാരിക്കുന്നത്. അങ്ങനെ ഒരു നിർണായക നീക്കം അനിൽ അംബാനി നടത്തി. അതായത് നാഷണൽ ഹെറാൾഡ് പത്രവും കോൺഗ്രസ് നേതാക്കന്മാരും റാഫേൽ ഇടപാടിൽ സർക്കാർ സ്ഥാപനമായിട്ടുള്ള HL മറികടന്ന് 30,000 കോടിയുടെ ഓഫ്സെറ്റ് കരാർ അനിൽ അംബാനിയുടെ ഗ്രൂപ്പിന്, ഒരു പരിചയ സമ്പന്നതയുമില്ലാത്ത അനിൽ അംബാനിയുടെ ഗ്രൂപ്പിന് ഏൽപ്പിച്ചു എന്നുള്ള വലിയ ആരോപണമായിരുന്നു അന്ന് കോൺഗ്രസ് നേതാക്കളും നാഷണൽ ഹെറാൾഡ് ദിനപത്രവും മുന്നോട്ട് വെച്ചത്. ആ ആരോപണത്തെ താൻ നിയമപരമായി നേരിടുമെന്ന് പറഞ്ഞ അനിൽ അംബാനിക്ക് ഇപ്പോൾ എന്ത് പറ്റി എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നുള്ളത്. അനിൽ അംബാനിക്ക് എന്ത് പറ്റി? 5000 കോടി രൂപയുടെ മാനനഷ്ട കേസ് വലിയ വാർത്തയായിരുന്നു. ദേശീയ മാധ്യമങ്ങളിലൊക്കെ കടന്നു വന്ന വലിയ വാർത്തയായിരുന്നു. കോൺഗ്രസ് നേതാക്കന്മാർ കുടുങ്ങാൻ പോകുന്നു എന്ന രീതിയിൽ വരെ ചില ദേശീയ മാധ്യമങ്ങൾ തലക്കെട്ടിട്ട് വാർത്ത നൽകി, അനിൽ അംബാനിക്ക് വേണ്ടി വാർത്ത നൽകി. ഇപ്പോഴുള്ള ഈ മനംമാറ്റത്തിന് പിന്നിലെ രഹസ്യം എന്താണ്? ഒറ്റ ഒന്നേ ഉള്ളൂ. പ്രതിപക്ഷത്തിന് വിജയ സാധ്യത ഇവർ മുൻകൂട്ടി കണ്ടു. എക്സിറ്റ് പോളുകളൊക്കെ ചിലപ്പോൾ പരാജയപ്പെട്ടേക്കാം എന്നുള്ള തോന്നലുകൾ ഇവരെ വേട്ടയാടി. അധികാരത്തിലേക്ക് UP അടങ്ങുന്ന സംഘങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ആദ്യം വേട്ടയാടപ്പെടുന്നത് ഞങ്ങളായിരിക്കും എന്നുള്ള തോന്നലുകളാണ് 5000 കോടി രൂപയുടെ മാനനഷ്ട കേസ് പിൻവലിക്കാനുള്ള ഏക കാരണം. അല്ലാതെ മറ്റെന്ത് പറയാനാണ്? നിർണായക നീക്കം എന്തിനു വേണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരമേ പറയാനുള്ളൂ: പ്രതിപക്ഷത്തെ പേടിച്ചു എന്നുള്ളത്. ചിലപ്പോൾ അധികാരത്തിലേറിയാലോ എന്നുള്ള ഒരു തോന്നൽ അനിൽ അംബാനിയെ വേട്ടയാടി എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിന് ന്യായമായി പറയാനുള്ള ഏക കാരണം എന്ന് പറയുന്നത് റാഫേൽ ഇടപാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുള്ളത് സുപ്രീം കോടതിയിലാണ്. മാനനഷ്ട കേസ് ഫയൽ ചെയ്തിട്ടുള്ളത് അഹമ്മദാബാദ് സെഷൻസ് കോടതിയിലുമാണ്. അപ്പോൾ അവർക്കൊരു ന്യായം പറയാം, സുപ്രീം കോടതിയിൽ നടക്കുന്ന കാര്യമല്ലേ, അതുകൊണ്ട് പിൻവലിച്ചു എന്ന് പറയുന്ന ഒരു ന്യായം അവർക്ക് മുന്നോട്ട് വെക്കാം. പക്ഷേ അടിസ്ഥാനപരമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയം അനിൽ അംബാനിയെ വേട്ടയാടിയിട്ടുണ്ട്. ആ ഭയത്തിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിനെ ചൊടിപ്പിച്ചു കഴിഞ്ഞാൽ, UP അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ വേട്ടയാടേണ്ടത് ഞങ്ങളെയാണെന്ന ഒരു തിരിച്ചറിവാണ് ഈ 5000 കോടി രൂപയുടെ മാനനഷ്ട കേസ് പിൻവലിക്കാനുള്ള കാരണം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.